ജനപ്രിയ പദ്ധതികളുമായി പശ്ചിമബംഗാൾ സർക്കാരിന്റെ മുന്നേറ്റം. ജൂൺ 1 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. സംസ്ഥാനത്തെ ഹ്രസ്വ ദീർഘദൂര ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടത്താമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പറഞ്ഞു. ഇതിനായി അപേക്ഷയ്ക്കൊപ്പം ഫോട്ടോയും തിരിച്ചറിയൽ രേഖയും സമർപ്പിക്കണം. സ്ത്രീകളുടെ യാത്രാഭാരം കുറയ്ക്കുകയും കൂടുതൽ സുരക്ഷിതവും സൗകര്യപ്രദവുമായ പൊതുഗതാഗതം ഉറപ്പാക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് സർക്കാർ വ്യക്തമാക്കി. പദ്ധതിയിൽ അംഗമാകാൻ അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷയ്ക്കൊപ്പം പാസ്പോർട്ട് സൈസ് ഫോട്ടോ, തിരിച്ചറിയൽ രേഖ എന്നിവയും നൽകേണ്ടതുണ്ട്. സ്മാർട്ട് കാർഡ് സംവിധാനത്തിലൂടെ ആയിരിക്കും പദ്ധതി നടപ്പാക്കുക. കാർഡിൽ ഫോട്ടോയും QR കോഡും ഉൾപ്പെടുത്തും. സ്മാർട്ട് കാർഡുകളുടെ വിതരണം വൈകിയാലും ജൂൺ 1 മുതൽ പദ്ധതി ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്തെ ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് പദ്ധതി ഗുണകരമാകുമെന്നാണ് സർക്കാർ വിലയിരുത്തൽ. ജനം, ഡൽഹി. നുഴഞ്ഞുകയറ്റക്കാരെ നാടുകടത്തുന്നതിനായി കർശന നടപടികളുമായി പശ്ചിമബംഗാൾ സർക്കാർ. തടങ്കൽ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് പശ്ചിമബംഗാൾ ഹോം ആൻഡ് ഹിൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ജില്ലാ മജിസ്ട്രേറ്റുകൾക്ക് കത്തയച്ചു. നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കുമെന്ന മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഈ നീക്കം. പിടികൂടിയ വിദേശികൾക്കും നാടുകടത്തലിനും സ്വദേശത്തേക്ക് കൊണ്ടുപോകാനുമായി കാത്തിരിക്കുന്ന മോചിപ്പിക്കപ്പെട്ട വിദേശ തടവുകാർക്കും വേണ്ടിയുള്ള തടങ്കൽ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചാണ് പശ്ചിമബംഗാൾ ഹോം ആൻഡ് ഹിൽ അഫയേഴ്സ് വകുപ്പ് എല്ലാ ജില്ലകളിലെയും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റുമാർക്ക് കത്തയച്ചത്. രാജ്യത്ത് നിയമവിരുദ്ധമായി താമസിച്ചതിന് പിടിക്കപ്പെട്ട ബംഗ്ലാദേശികളെയും റോഹിംഗ്യകളെയും നാടുകടത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതിനെക്കുറിച്ച് കത്തിൽ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പിടികൂടിയ വിദേശികളെ നാടുകടത്തുന്നതിലും സ്വദേശത്തേക്ക് കൊണ്ടുപോകാൻ കാത്തിരിക്കുന്ന മോചിപ്പിക്കപ്പെട്ട വിദേശ തടവുകാർക്കും വേണ്ടി ജില്ലയിൽ തടങ്കൽ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുക്കണമെന്നും ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും കത്തിലുണ്ട്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായാണ് ഈ നിർദ്ദേശമെന്ന് കത്തിൽ വിശദീകരിക്കുന്നു. ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരിൽ നിന്ന് പശ്ചിമബംഗാളിനെ മോചിപ്പിക്കുമെന്നും പശ്ചിമബംഗാളിന്റെ സംസ്കാരം വീണ്ടെടുക്കുമെന്നും നേരത്തെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി വ്യക്തമാക്കിയിരുന്നു. ജനം, ഡൽഹി.